അത് പോട്ടെ, നമുക്ക് അത് വീട്ടിൽ പോരണ്ട, വീട്ടിൽ പോകുമൊന്നും വേണ്ട. അല്ല, നിങ്ങൾ രണ്ടുപേരും എനിക്കും ഒരു മോളുണ്ട്. എന്റെ മോള് 17 വയസ്സ് പ്രായമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് പെൺകുട്ടികളാ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അതിനുവേണ്ടി വിളിച്ചത് അങ്കിള് കേട്ടോ. പക്ഷെ അതില് കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത്. എത്ര വയസ്സുണ്ട് ഇപ്പം? ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18ആയി. 18 വയസ്സായി. പക്ഷെ അവര് ഞങ്ങളെ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. ഓ, അത് ശരി, അത് ശരി. നിങ്ങൾ പ്ലസ് 1-ലാണോ പ്ലസ് 2-ലാണോ മോളെ? ഞങ്ങൾ +2 കഴിഞ്ഞിപ്പോ. പ്ലസ് 2 കഴിഞ്ഞല്ലേ? അവര് ഇപ്പൊ നമ്മളെ വീട്ടുകാരായാലും എവിടെ കൊടുക്കണെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കല്. അവര് ഇപ്പൊ എന്ത് പ്രശ്നം വരികയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതെ 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 അതെ. എന്തായാലും ഞങ്ങളെ വീട്ടുകാർക്ക് ഞങ്ങൾ ഇപ്പൊ സാർമാരായാലും അങ്കിളായാലും സംസാരിച്ച് ഞങ്ങളെ വീട്ടുകാർ ഓക്കെ ഞങ്ങൾ അങ്ങനെ ഏറ്റോളം ഇങ്ങനെ ഏറ്റോളം എന്ന് പറയും. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ആഴ്ച അല്ലെങ്കിൽ 2-3 ദിവസം വരെ നിങ്ങൾ പറഞ്ഞ അതേ ഇതിൽ നിൽക്കും അവര്. അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു വട്ടം എനിക്ക് ഉണ്ടായത്, അതുകൊണ്ട് ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 3-4 ദിവസം നല്ലപോലെ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരും. നമ്മൾ അടിക്കലായാലും ഇപ്പൊ സന്നദ്ധ പ്രവർത്തകരുമായി ഈ കുട്ടികൾ പങ്കുവച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. അത് ഈ വയസ്സിന്റെ കാര്യത്തിലും ഈ കുട്ടികൾ ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, ഒരു ആശയക്കുഴപ്പം അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അവർ +2 വിദ്യാർത്ഥികളാണെന്നാണ് പറയുന്നത്. അവർക്ക് 17 വയസ്സ് കഴിഞ്ഞ് 18 വയസ്സായി. ഒപ്പം തന്നെ വീട്ടുകാര് ഇതിനു മുൻപും ഇതേപോലെ പ്രായം കുറച്ച് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ചില സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ മുൻപും ലോണാവാല റെയിൽവേ പോലീസിന്റെ സ്റ്റേഷനിൽ നിന്ന് അവർ പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ്. മലയാളി സന്നദ്ധ പ്രവർത്തകരും അവരോടൊപ്പമുണ്ട്. ഇപ്പോൾ നിലവിൽ അവരോടൊപ്പമുള്ള എല്ലാവരും അവരെ കംഫർട്ടബിൾ ആക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പ്രത്യേകിച്ച് അപകടമൊന്നുമില്ല. ഇവർക്ക് ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പൂനെയിലെ സസൂൺ ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് വൈദ്യപരിശോധനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കെയർ ഹോമിലേക്ക് തൽക്കാലത്തേക്ക് കുട്ടികളെ മാറ്റും എന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ തുടർന്ന് അവരെ ഇരുത്തില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ നിന്നും ഒരു കെയർ ഹോമിലേക്ക് അവരെ സുരക്ഷിതമായി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് കേരള പോലീസ് എത്തിയതിനു ശേഷം അവർക്ക് കൈമാറുകയും ചെയ്യും. അതുവരെ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ കുട്ടികളെ ഈ മണിക്കൂറുകളോളം ഇരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ഏതായാലും പോലീസ് ഒരു വനിതാ പോലീസിന്റെ ഒപ്പമാണ് ഇപ്പോൾ കുട്ടികൾ ആശുപത്രിയിലേക്ക് പോകുന്നത്. പൂനെയിലെ സർക്കാർ ആശുപത്രിയായ സസൂൺ ആശുപത്രിയിലാണ് ഇപ്പോൾ കുട്ടികളെ എത്തിക്കാൻ പോകുന്നത്. അവിടെ നിന്ന് വൈദ്യ പരിശോധന നടത്തിയതിന് ശേഷം പിന്നീട് ഒരു കെയർ ഹോമിലേക്ക് മാറ്റും എന്നതാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷം 6 മണിക്ക് ശ്രീനാഥ് പറഞ്ഞ അനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം 6 മണിക്ക് മുംബൈയിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര തിരിക്കും.